സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ തനിക്ക് മുകളിലുള്ള ആകാശത്തിനെയും നക്ഷത്രങ്ങളെയും നോക്കി ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ താൻ തനിച്ചാണോ? 10,000 വർഷങ്ങൾക്ക് മുൻപ് ഗുഹാമുഖങ്ങളിൽ കോറിയിട്ട ചിത്രങ്ങളിൽ തുടങ്ങി 2025 പെൻറ്റഗൺ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടിലെത്തി നിൽക്കുന്നു ആ ചോദ്യത്തിനായി നമ്മൾ തേടിയ വഴികളും അതിനുള്ള ഉത്തരങ്ങളും. പുതിയ കണ്ടെത്തലുകൾ, പുതിയ വെളിപ്പെടുത്തലുകൾ, ഇതുവരെ ഉണ്ടായിരുന്ന ധാരണകളെയെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങൾ. ആ കഥയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. 10,000 വർഷത്തെ പറക്കം തള്ളികളുടെ കഥയിലേക്ക്, അന്യഗ്രഹ ജീവികളുടെ അല്ലെങ്കിൽ UFOസിൻ്റെ കഥയിലേക്ക്, പുതിയ കണ്ടെത്തലുകളിലേക്ക്, പുതിയ വെളിപ്പെടുത്തലുകളിലേക്ക്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. നമ്മൾ പറക്കം തള്ളികളിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിലുപരിയായി ഒരു വലിയ ജനവിഭാഗം കരുതുന്നത് ഈ പറക്കം തള്ളികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ വന്നത് കഴിഞ്ഞ ഒരു 50-60 വർഷങ്ങൾക്കിടയിലെന്നാണ്. ശരിക്കും അങ്ങനെയല്ല. ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഗുഹാചിത്രങ്ങളിലും അന്നത്തെ ആൾക്കാരുടെ സ്വഭാവ സവിശേഷതകളിൽ നിന്നും വ്യത്യസ്തമായ പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-2 ഉദാഹരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഓസ്ട്രേലിയയുടെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ള കിംബർലി എന്ന പ്രദേശം. അവിടെ അധികം ആൾക്കാരൊന്നും പോകുന്ന സ്ഥലമല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കൂടുതലും അബോറിജിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ നേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അവരവിടെ താമസിക്കുന്നു. അപ്പോൾ അവരുടെ ഈ ഗുഹാചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ദിവ്യത്വത്തോടെ കാണുന്ന ഒരു എൻറ്റിറ്റിയാണ്. ആ ഗുഹാചിത്രങ്ങളിൽ കാണുന്ന ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ വിൻജീന എന്നാണ്. ഈ വിൻജീനയുടെ റെപ്രസെൻറ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. വലിയ തല, വളരെ വലിയ കണ്ണുകൾ, വായ്ഭാഗം വളരെ ചെറുത്, മുഖം വളരെ കൂർത്തത്. അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന അന്യഗ്രഹ ജീവികൾക്കുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ഏതാണ്ട് 4,000 വർഷം പഴക്കമുള്ള ഈ ഗുഹാചിത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ആർക്കിയോളജിസ്റ്റുകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത. ശരിക്കും അതൊരു ഒരു ക്രിയേറ്റീവ് ഔട്ടിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ അതിലുപരി ശരിക്കും എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയുടെ പ്രസൻസ്, ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ എൻറ്റിറ്റിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിഷയങ്ങൾ ആർക്കിയോളജിസ്റ്റ് വളരെ തറവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് മാറി ആഫ്രിക്കയിലോട്ട് വന്നു കഴിഞ്ഞാൽ, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ അൾജീരിയയുടെ പ്രദേശത്ത്, അൾജീരിയയുടെ അധീനതയിൽ വരുന്ന, രാജ്യത്തിൻ്റെ പ്രവിശ്യയിൽ വരുന്ന തസീലി അജീർ ഗുഹാചിത്രങ്ങളുണ്ട്. തസീലി അജീർ ഗുഹാചിത്രങ്ങളിലും ഇത്തരത്തിലുള്ള എൻറ്റിറ്റീസിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ നോർമൽ റെപ്രസെൻറ്റേഷനുള്ള അന്നത്തെ കാലത്തെ സവിശേഷതകളും അല്ലെങ്കിൽ വേഷവിധാനങ്ങളോ ഒന്നുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു റെപ്രസെൻറ്റേഷനാണ്. അബോറിജിനൽസിൻ്റെ പെയിൻറ്റിങ്സ് 4,000 വർഷം പഴക്കം ചെന്നതാണെങ്കിൽ തസീലി അജീറിൻ്റെ പെയിൻറ്റിങ്സ് ഏതാണ്ട് 10,000 വർഷം പഴക്കം ചെന്നതാണ്. ഈ 4,000, 10,000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്പർ എണ്ണുമ്പോൾ നമ്മുടെ മൈൻഡിൽ പൈസയുടെ രീതിയിലേക്ക് പോകും. 4,000 അവിടെ നിന്ന് 6,000 ആഡ് കഴിഞ്ഞാൽ 10,000. ശരിക്കും 6,000 വർഷത്തെ ഡിഫറൻസ് ഈ രണ്ട് പെയിൻറ്റിങ്ങുകളും തമ്മിലുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ മനുഷ്യ ആയുസ് വെറും 100 വർഷമാണ്. അപ്പോൾ 6,000 വർഷത്തെ ഡിഫറൻസ് ഇപ്പോൾ തമ്മിലുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ ബസ്തർ എന്ന് പറയുന്ന വനപ്രദേശം വളരെ നിബിഡ വനപ്രദേശമാണ്. അവിടെയുള്ള ഗുഹാചിത്രങ്ങൾ നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ പോലും കുറച്ച് കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസാണ് അവിടെയും ഉള്ളത്. ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ എൻറ്റിറ്റീസിൻ്റെ പ്രസൻസ്, അന്നത്തെ ആൾക്കാരുടെ ഒരു സ്വഭാവ സവിശേഷതകളിൽ നിന്ന് വ്യത്യസ്തം. അങ്ങനെ ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും 5,000, 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗുഹാചിത്രങ്ങളിൽ ഇത്തരം എൻറ്റിറ്റീസിൻ്റെ പ്രസൻസ് കാണാമെന്ന് മാത്രമല്ല, ആ എൻറ്റിറ്റീസിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഫോക്ലോർ, നാടോടി കഥകളോ അല്ലെങ്കിൽ തദ്ദേശീയമായ വിശ്വാസങ്ങളോ ഒക്കെ മേഘങ്ങളിൽ നിന്നും ഇറങ്ങി വന്ന് തങ്ങൾക്ക്, ആ കമ്മ്യൂണിറ്റിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സുഖസൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു രീതിയിലാണ് ഇവരെല്ലാം ഇതിനെ കാണുന്നത്. അല്ല തങ്ങളെ ഉപദ്രവിച്ച അല്ലെങ്കിൽ തങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളുണ്ടാക്കിയ ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ്, തങ്ങളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ഇവർ എന്നുള്ള രീതിയിലാണ് ആ ലോക്കൽ കമ്മ്യൂണിറ്റീസ് എല്ലാം തന്നെ വിശ്വസിക്കുന്നത്. ഈ നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത് ഒരു വലിയ ഒരു വലിയ ഫാക്ടർ ഓഫ് റെപ്രസെൻറ്റേഷനാണ് അല്ലേ. എന്ന് വെച്ചാൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വന്ന് ഒരു പെയിൻറ്റിങ് വരയ്ക്കുമ്പോഴത്തേക്കും അയാൾക്ക് എന്ത് വേണോ വരയ്ക്കാം. ഒരു നോർമൽ ആളുടെ പെയിൻറ്റിങ് വരയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു ഒരു കമ്മ്യൂണിറ്റിയുടെ ലീഡർ കണ്ടിട്ട് അയാൾ ഓവർസീ ചെയ്യുന്ന പെയിൻറ്റിങ്സ് ആയിരിക്കാം.
പക്ഷേ ഇതിനൊരു പരിധിക്കും അപ്പുറം നമുക്ക് ഈ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ ആ ടൈമിലുള്ളൊരു മെൻറ്റാലിറ്റി എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതൊരു വലിയ ചലഞ്ചാണ് അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല. ഇത് പിന്നീടും ഇങ്ങ് ക്രിസ്തുവിന് മുൻപ് ഉള്ള കാലഘട്ടത്തിലേക്ക് വരുവാണെന്നുള്ളതിൽ 218 BC 74 BC റോമിലെ ചരിത്രകാരന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകാശത്ത് പിന്നെ പാത്രങ്ങളുടെ ഷേപ്പിലുള്ള ഡിസ്ക് എലമെൻറ്റ്സ് ടൈപ്പിലുള്ള എലമെൻറ്റ്സിനെ കണ്ടിട്ടുണ്ട്, പറക്കും തെളികൾ കണ്ടിട്ടുണ്ട്. റോമൻ സോൾജേഴ്സ് പല അക്കൗണ്ടുകളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എൻറ്റിറ്റീസിനെ കണ്ടു. ഭയങ്കര പ്രകാശപൂരിതമായ എലമെൻസിനെ കണ്ടിട്ടുണ്ട്, ആകാശത്ത് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ. അതിനൊക്കെ പല സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസും പിന്നെ പുതിയ കാലത്ത് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. പൂർണ്ണമായും ഇതുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പ്രോബ്ലം തന്നെയാണ്. ഇതിൻ്റെ റെപ്രസെൻറ്റേഷനെ ഒരു പരിധിക്കും അപ്പുറം നമുക്ക് പഠിക്കാനോ അറിയാനോ ആയിട്ട് സാധിക്കുകയില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാമായണമായാലും മഹാഭാരതമായാലും അതിലുള്ള എൻറ്റിറ്റീസിൻ്റെ ഒരു പ്രസൻസ് ഭയങ്കരമാണ്. ഏതാണ്ട് 3000 to 5000 years ബാക്ക് ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ് രാമായണവും മഹാഭാരതവും എല്ലാം തന്നെ. ആ ടൈമിലുള്ള അക്കൗണ്ടുകൾക്ക് എല്ലാം തന്നെ ഒരു സൂപ്പർ ഹ്യൂമൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളുടെ ഞാനൊരു ആമുഖമായി പറയാനുള്ള റീസൺ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞൊരു 100 വർഷത്തോ തുടങ്ങിയ കാര്യമല്ല ഈ പറക്കും തളികൾ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളെന്ന് പറഞ്ഞാൽ. ഇത് മനുഷ്യരുണ്ടായ കാലം തൊട്ട് തന്നെ നമ്മുടെ കൂടെ വരുന്ന ഒരു ഐറ്റമാണ്. ഇനി പുതിയ കാലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് ഈ പ്രസൻസ് UFOസിൻ്റെ പ്രസൻസ് വളരെ ആക്റ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് മുമ്പുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില റെപ്രസെൻറ്റേഷൻസൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. കാര്യം പ്രിൻറ്റിംഗ് പ്രസ് വന്നതിലും ന്യൂസ് പേപ്പർ വന്നതിന് ശേഷമാണല്ലോ ഇത്തരം ഡീറ്റെയിൽസൊക്കെ എല്ലായിടവും സ്പ്രെഡ് ചെയ്യാനും ആൾക്കാർ ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് ന്യൂസ് പേപ്പറുകൾ വളരെ വ്യാപകമായ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതും എല്ലാ ആൾക്കാരും വാങ്ങുന്നതും. അതിനൊപ്പം ഉണ്ടായിരുന്നു, പക്ഷേ വളരെ ആക്റ്റീവായ ഒരു സബ്സ്ക്രിപ്ഷനായിട്ടൊക്കെ ആൾക്കാർ വാങ്ങുന്ന ഒരു ശീലമൊക്കെ വരുന്ന 1ാം ലോക മഹായുദ്ധം തൊട്ടാണ്. അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയമായപ്പോഴാണ് അല്ലെങ്കിൽ അത് തീരാനായപ്പോൾ പല സോൾജേഴ്സും 2 സൈഡിൽ നിന്നുള്ള സോൾജേഴ്സും പറയുന്നുണ്ടായിരുന്നു സാധാരണ തങ്ങൾ കണ്ടിട്ടില്ലാത്ത എലമെൻസിനെ ആകാശത്ത് നമ്മൾ കണ്ടു, അത് എന്താണെന്ന് അറിയത്തില്ല എന്ന്. ഇതിനെ ആട്രിബ്യൂട്ട് ചെയ്തത് ഇത്തരത്തിലുള്ള ആൾക്കാർ ഉള്ള അവരുടെ മിലിറ്ററി എക്സ്പെരിമെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലും ഒരു മിലിറ്ററി ടെസ്റ്റിംഗ് ആയിരിക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ചിത്രം മാറിയത് ജൂൺ 24, 1947 ജൂൺ 24, 1947 എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ വാഷിങ്ടൺ സംസ്ഥാനം, ക്യാപിറ്റലായ വാഷിങ്ടൺ അല്ല, വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വേറൊരു വാഷിങ്ടൺ എന്നുള്ള സംസ്ഥാനമുണ്ട്. അവിടെ കെന്നത്ത് അർണോൾഡ് എന്ന് പറയുന്ന ഒരു പൈലറ്റ് മൗണ്ട് റൈനർ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിനടുത്തായി 7 പറക്കും തളികളെ കാണുന്നു. ഒരേ മൂവ്മെൻ്റുള്ള ഒരു ടിപ്പിക്കൽ മൂവ്മെൻ്റുള്ള 7 പറക്കും തളികളെ കാണുന്നു. പ്രസ് അത് വലിയ ആഘോഷമായി റിപ്പോർട്ട് ചെയ്യുന്നു. അതൊരു വലിയ മീഡിയ സംഭവമായി തന്നെ മാറുന്നു ഈ മൗണ്ട് റൈനറിലെ ഈ ഫൈൻഡിങ്. ഒരുപാട് പേര് കെനത്തിന് ഇൻ്റർവ്യൂ എടുക്കുന്നു. അപ്പോൾ കെനത്ത് അവർക്കെല്ലാം ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു ടൈമിലാണ് അതിനെ കണ്ടത്, ഈ ഒരു സാഹചര്യത്തിലാണ് കണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ പുള്ളി കൊടുക്കുന്നു. പക്ഷേ ശരിക്കും സീൻ ഡബിൾ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ജൂലൈ 8 ജൂലൈ 8 1947 റോസ്വെൽ ഇൻസിഡൻറ്റ്. UFO എന്തൂസിയാസ്റ്റുകളായ പല ആൾക്കാരും, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇന്നും വിശ്വസിച്ച് പോകുന്ന ഒരു കോൺസ്പിറസി തിയറിയാണ് ഈ റോസ്വെൽ ഇൻസിഡൻറ്റ്. അവിടെ വെച്ചൊരു വെതർ ബലൂൺ അല്ലെങ്കിൽ ഒരു പറക്കും തളിക തകർന്നു വീണു എന്നുള്ളൊരു വാർത്ത വരുന്നു. ആദ്യം അത് മിലിറ്ററി തന്നെ കൺഫേം ചെയ്യുന്നു, അത് പിന്നെ പറക്കും തളികയാണ്, ഞങ്ങളത് പിടിച്ചു എന്നുള്ളത്. പക്ഷെ പിന്നീട് മിലിറ്ററിയുടെ സ്പോക്ക് പേഴ്സൺ പറയുന്നു അതൊരു വെതർ ബലൂണാണ്, അതൊരു വെതർ ടെസ്റ്റിങ്ങിൻ്റെ ഇടയിൽ തറയിലോട്ട് വീണതാണ്, അപ്പോൾ ആ ടൈമിൽ ഞങ്ങളത് ക്യാപ്ചർ ചെയ്തതാണെന്നുള്ളത്. അന്ത വിറ്റ്നസ് അക്കൗണ്ടായിട്ടുള്ള പല ആൾക്കാരും പറയുന്നത് ഇത്തരത്തിലുള്ള സാധനം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല, ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഡിഫറെൻ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വിറ്റ്നസ് അക്കൗണ്ട്സും ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് 1988 മറ്റോ അമേരിക്കൻ മിലിറ്ററി അതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ പുറത്തുവിടുകയുണ്ടായി. അത് പ്രോജക്റ്റ് മൊഗുൾ എന്ന് പറയുന്ന ഒരു സ്പൈയിങ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. റഷ്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ റെഡിനെസ് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ട് ഇവർ ചെയ്തതാണ് ഈ പരിപാടി എന്ന് അമേരിക്കൻ മിലിറ്ററി പറയുകയുണ്ടായി.
അതെ, ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. കാര്യം അമേരിക്കൻ മിലിറ്ററി ആ ടൈമിൽ വേറെ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹിമാലയത്തിലൊക്കെ വെച്ചിട്ട്. അത് വേറെ എൻ്റെ കഥയായിട്ട് തന്നെ പറയാനുള്ള അത്രയും ഉദ്യോഗജനകമായ ഒരു കഥയുണ്ട്. ഇന്ത്യൻ ആർമിയും പിന്നെ അമേരിക്കൻ ആർമിയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പർവ്വതാരോഹരും ചേർന്ന് മൗണ്ട് K2 നമ്മുടെ കാഞ്ചൻജംഗയ്ക്കകത്ത്, കാഞ്ചൻജംഗയാണ് K2 എന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ ഒരു ന്യൂക്ലിയർ ഡിറ്റക്ഷൻ ഡിവൈസ് വയ്ക്കും. ചൈനയുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു സൂപ്പർ സ്റ്റോറിയാണ്. നമുക്ക് വേറെ ദിവസം പോകാം ആ സ്റ്റോറിയിലേക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ആക്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പിന്നെ അമേരിക്ക റഷ്യയുടെ ന്യൂക്ലിയർ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടികളും ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഒരിടത്തും പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു വളരെ സീക്രട്ടായ ടോപ്പ് സീക്രട്ട് പ്രോജക്റ്റായിട്ടായിരിക്കും അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് അമേരിക്ക റഷ്യ ഒരു വലിയ ബൈപോളാർ ഡിവൈഡ് ലോകത്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആശയപരമായ ധ്രുവീകരണമാണ്, ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള ആശയപരമായ ഒരു ധ്രുവീകരണമുണ്ട്. അതിലുപരി ഒരു വലിയ വെപ്പൺ ആം റേസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് രാജ്യങ്ങളെ കമ്മ്യൂണിസത്തിൻ്റെ സൈഡിലോട്ട് ക്യാപിറ്റലിസത്തിൻ്റെ സൈഡിലോട്ട് ചേർക്കുക, അവർക്ക് വെപ്പൺസ് സപ്ലൈ ചെയ്യുക, രണ്ട് രാജ്യങ്ങളും വലിയ സ്ഫോടക വസ്തു അല്ലെങ്കിൽ ഒരു ബ്ലാസ്റ്റിംഗ് പവർ ബിൽഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ വലിയൊരു ശ്രമം രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ മറ്റ് രാജ്യക്കാരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ റഷ്യ നോക്കുന്ന അമേരിക്കയുടെ കാര്യങ്ങളെ എങ്ങനെ സ്പൈ ചെയ്യാം, അവരെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്ക എന്ത് ചെയ്യുന്നു, റഷ്യയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം, അവരുടെ പരിപാടികളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അവർ തിരിച്ച് സ്പൈ ചെയ്തിരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നെവാഡയിൽ ഏരിയ 51 എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അണ്ടിൽ 2012, അതായത് 10-12 വർഷം മുമ്പ് വരെ, 13 വർഷം മുമ്പ് വരെ അമേരിക്ക ഒഫീഷ്യലി അക്നോളജ് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു പ്രദേശമുണ്ട് എന്നുള്ളത്. 2012 അക്നോളജ് ചെയ്തു. ഏരിയ 51 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രദേശമുണ്ട്, ഒരു പിന്നെ എയർഫോഴ്സ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയാണ്, ടോപ്പ് സീക്രട്ട് എയർഫോഴ്സ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയാണ് അവിടെ ഉള്ളത് എന്ന് അമേരിക്ക ഓപ്പൺലി അക്സെപ്റ്റ് ചെയ്തു. അതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. പല ആൾക്കാരും ഏരിയ 51 ഏലിയൻസിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള രീതിയായിരുന്നു. പക്ഷേ 2012 എന്തായാലും അത് അവർ അക്സെപ്റ്റ് ചെയ്തു. ഈ പല പ്രോജക്റ്റുകളുടെയും പിന്നീടുള്ള ഡീറ്റെയിൽസ് വരുന്നത് 10-30 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടൊക്കെ അങ്ങ് ആറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി 1950 കഴിഞ്ഞപ്പോൾ ശരിക്കും എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ UFOസിൻ്റെ എണ്ണം, അതായത് ഞങ്ങൾ UFOസിനെ കണ്ടു, പറക്കും തളികളെ കണ്ടു എന്ന് പറയുന്ന റിപ്പോർട്ടുകളുടെ എണ്ണം റോക്കറ്റ് വിട്ടതുപോലെ മേലോട്ടാണ് പോയത്. ഏതാണ്ട് 12,000 മുതൽ 15,000 വരെ റിപ്പോർട്ടുകൾ അമേരിക്കയിൽ മാത്രം വരുന്നു. അതായത് ഞങ്ങൾ അവിടെ കണ്ടു, ഇങ്ങനെ കണ്ടു, അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അമേരിക്ക ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കുന്നു. അതാണ് പ്രോജക്റ്റ് ബ്ലൂ ബുക്ക്. അന്നത്തെ മിലിറ്ററി ഒരു ടീമിനെ അവർ റിക്രൂട്ട് ചെയ്തിട്ട് അവർ ഈ UFOസിൻ്റെ പിന്നെ ഒക്കറൻസ് എല്ലാം പഠിക്കണം എന്നുള്ള രീതിയിൽ അവർ നിയമിക്കുകയാണ്. അങ്ങനെ ഇവർ ഈ UFOസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ പഠിക്കുകയും കുറേയൊക്കെ തട്ടിപ്പാണ്, എന്നാൽ കുറേയൊക്കെ വളരെ ക്രെഡിബിളായിട്ടുള്ള സൈറ്റിങ്സ് ആണ് എന്നുള്ള രീതിയിലൊരു ഒപ്പീനിയൻസ് ഉണ്ടാക്കുകയും ചെയ്തു. ഈ ശീതയുദ്ധത്തിൻ്റെ ഫലമായിട്ട് അമേരിക്കയും റഷ്യയും ഫോക്കസ് ചെയ്തത് 2 മെയിൻ ടെക്നോളജികളിലായിരുന്നു. റഷ്യ ഫോക്കസ് ചെയ്ത് മിസൈൽ ടെക്നോളജിയിലാണെങ്കിൽ അമേരിക്ക ഫോക്കസ് ചെയ്ത് ഫൈറ്റർ ജെറ്റ് ടെക്നോളജിയിലായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വിധേനയും അറ്റാക്ക് ചെയ്യണം. റഷ്യയുടെ ഉദ്ദേശം ഒരു മിസൈൽ അവിടെ നിന്ന് തൊടുത്തു വിട്ടാൽ അമേരിക്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സിറ്റിയിൽ ചെന്ന് പതിക്കണം. അമേരിക്കയുടെ ഉദ്ദേശം ഒരു ഇതും കൂടാതെ റഷ്യയുടെ മിസൈൽ ഡിഫൻസ് എല്ലാം തന്നെ ഭേദിച്ച് അവിടെ ചെന്ന് ബോംബിട്ട് വരാനായിട്ട് സാധിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ് വേണം. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവർ രണ്ടുപേരും ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് തന്നെ പല UFO റിപ്പോർട്ടിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. കാര്യം ഇതൊക്കെ വളരെ ടോപ്പ് സീക്രട്ട് മിഷൻസ് ആയിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്ത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ശരിക്കും പ്രൊഡക്ഷനിൽ വരുന്നത്. ഒരു ഫൈറ്റർ ജെറ്റൊക്കെ സാധാരണ 5-10 വർഷമൊക്കെ ടെസ്റ്റിംഗ് ഫേസിലൂടെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് പിന്നെ സാധാരണ യൂസിന് വരുന്നത് തന്നെ. ഞാനത് പറയാൻ കാര്യം, അമേരിക്ക ആ സമയത്ത് ഡെവലപ്പ് ചെയ്തിരുന്ന ചില ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. ഒന്നാമതായി പറയാനുള്ളത് SR-71 ബ്ലാക്ക് ബേർഡാണ്. ഈ സാധനത്തിന് ഞാൻ നേരിട്ട് ഒരു മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് സർവീസിലില്ല. ഇത് 1971 നമ്മൾ ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ ഇത് വേറെ ഏതോ ലോകത്തൊന്നും വരുന്നതാണെന്നേ പറയത്തുള്ളൂ. കാരണം അതിൻ്റെ ഒരു ഡിസൈനും അതിൻ്റെ ഒരു സൈസും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. അന്നുള്ള ഫൈറ്റർ ജെറ്റുകളിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായ ഒരു ഡിസൈനാണത്. പിന്നെ U2, നൈറ്റ് ഹോക്ക് 117
അങ്ങനെയുള്ള ഒരുപാട് ഫൈറ്റർ ജെറ്റ്സ് അമേരിക്ക ആ ടൈമിൽ ഡെവലപ്പ് ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു പറക്കം തള്ളിയാണെന്നേ തോന്നുള്ളൂ. അതുപോലെ തന്നെ പറയേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ ഇറാനിൽ ബോംബിടാനായി ഉപയോഗിച്ച സ്റ്റെൽത്ത് ബോംബർ, ആ ബോംബറിൻ്റെ ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1970s. ആ 80s നമ്മളിതിനെ ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ ഇത് പറക്കം തള്ളുകയാണെന്നേ പറയും. താഴെ നിന്ന് നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ പറക്കം തള്ളുകയാണെന്നേ പറയും. 100% ആണത്. ഈ ഏറ്റവും പുതിയ വിമാനം പോലും നമ്മൾ സ്പിരിറ്റ് ആണെന്ന് തോന്നുന്നു, B2 സ്പിരിറ്റ് ആണെന്ന് തോന്നുന്നു ഏറ്റവും പുതിയത്. അതുപോലും ഇന്ന് നമ്മൾ ഈ മോഡേൺ ഏജിൽ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു പറക്കം തള്ളുകയാണെന്നേ പറയുള്ളൂ. കാര്യം ഇതിൻ്റെ ഒരു ഡിസൈനും എല്ലാം കംപ്ലീറ്റ്ലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ആ ഒരു ഡിസൈനിൽ നിന്നും തുടങ്ങി ആണ് പല UFO റിപ്പോർട്ടിങ്സ് ആയിട്ട് പിന്നീട് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ UFO റിപ്പോർട്ടിങ്സ് വന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ബാക്കിലുള്ള റീസൺ എന്തായിരിക്കാം എന്നുള്ളതാണ്. ഇനിയുണ്ട് ഒരുപാട്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുവാണ് എന്നുണ്ടെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ഇന്ത്യയിൽ UFO സൈറ്റിങ്സും റിപ്പോർട്ടിങ്സും ഉണ്ടാവാറുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് മത്സ്യബന്ധനമായി വേർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ UFOസിൻ്റെ സൈറ്റിങ്സ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അറേബ്യൻ സീയിൽ പെട്ടെന്ന് ലൈറ്റിൽ വരികയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന എലമെൻസിനെ പറ്റി ഒത്തിരി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിമാലയത്തിൽ പ്രത്യേകിച്ചും ലഡാക്ക് ഏരിയയിൽ ഒരുപാട് റിപ്പോർട്ടിങ്സ് വരാറുണ്ട്. 2013 ഏതാണ്ട് 100-ലധികം സൈറ്റിങ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പക്ഷേ പ്രത്യേകിച്ച് നോർത്തേൺ സൈഡിലുള്ള സൈറ്റിങ്സ് എല്ലാം തന്നെ ചൈനീസ് ഡ്രോൺ ആക്ടിവിറ്റിയാണ്, അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു എക്സ്പ്ലനേഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അറേബ്യൻ സീയിൽ, തമിഴ്നാട്ടിലും ഉണ്ടായിട്ടുണ്ട് പല സൈറ്റിങ്സും. അതിനൊന്നും ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇല്ല. കാര്യം ഇതൊന്നും ആരും സയൻറ്റിഫിക്കലി വാലിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കണ്ടത്, ഏത് സമയത്താണ് കണ്ടത്, അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കാണുകയും പിന്നീട് നമ്മളൊന്ന് പറഞ്ഞ് ഡോക്യുമെൻ്റ് ചെയ്ത് പോകുന്നു അല്ലാതെ അതിനുപരിയായി ഇതിനെ സാങ്കേതികമായി പഠിക്കാനോ മനസ്സിലാക്കാനോ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്പൈ വർക്ക് ആവാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യൻ ഓഷ്യനിൽ ആങ്കർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും വരുന്ന എലമെൻറ്റ്സ് ആയിരിക്കാം ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. എന്തുകൊണ്ട് കേരളം എന്ന് ചോദിച്ചാൽ ISRO ആണ്, നമ്മുടെ സ്പേസ് യൂണിറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പക്ഷേ 1960s ആ ടൈമിൽ ISRO അത്ര ആക്റ്റീവായി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഈ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഒരു പക്ഷേ ഇനി കമ്മ്യൂണിസം എങ്ങനെ കേരളത്തിൽ വളരുന്നു എന്ന് പറക്കുന്ന നിലകൾ ഉപയോഗിച്ച് അമേരിക്ക പഠിക്കാൻ ശ്രമിച്ചാണോ എന്നും എനിക്കറിയത്തില്ല. നോ പൺ ഇൻറ്റൻഡഡ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഒരു ഐഡിയോളജി വേറൊരു ഐഡിയോളജി എങ്ങനെ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ രാഷ്ട്രീയപരമായ യാതൊരു കാര്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് രാജ്യങ്ങളും മത്സരിച്ച് അന്യോന്യം ട്രാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 1950s കടന്നുപോയി, 60s എത്തുന്നു. ഏലിയൻസ്, UFOs എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് പ്രതിഭാസമായി അതിനെപ്പറ്റി പഠിക്കുന്ന ആൾക്കാർ വരുന്നു. UFOളജിസ്റ്റുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെപ്പറ്റി അഗാധമായി പഠിക്കുകയും അതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന വലിയ കമ്മ്യൂണിറ്റികൾ ഡെവലപ്പ് ആവുകയായിരുന്നു. 1967 അമേരിക്കയിലെ മൊണ്ടാനയിൽ ഒരു സംഭവം നടക്കും. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ ന്യൂക്ലിയർ ICBMs ഡിപ്ലോയ് ചെയ്തേക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മിസൈൽസ് ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മിസൈൽ പോകുന്നത് അവിടെ നിന്നായിരിക്കും. റോബർട്ട് സലാസ് എന്ന് പറയുന്ന US മിലിറ്ററി ഉദ്യോഗസ്ഥൻ അവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് അന്ന് രാത്രി ഒരു അനുഭവം ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ റഡാർ സ്ക്രീനിൽ കുറച്ച് പുതിയ എലമെൻറ്റ്സ് സ്കൈയിൽ അവരുടെ പ്രദേശത്ത് എത്തുന്നതായി കാണിക്കുന്നു. എങ്ങനെ ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടും അദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല. ഈ റഡാർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അവ ഇവരുടെ ഫെസിലിറ്റിയുടെ മുകളിലെത്തുകയും ഈ എൻ്റയർ ICBMൻ്റെ നെറ്റ്വർക്ക് ഷട്ട് ഡൗൺ ആവുകയും ചെയ്യും. അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വാർഫെയർ കൈൻഡ് ഓഫ് തിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സാധനം നമ്മൾ ശത്രുവിൻ്റെ അടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോണിക് പരിപാടികൾ കംപ്ലീറ്റ് ജാമാവും. റോബർട്ട് സലാസ് ആകെ ഞെട്ടിപ്പോകുന്നു. അമേരിക്ക ന്യൂക്ലിയർ വെപ്പൺസ് ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി അമേരിക്ക പവർലെസ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം അത് എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യുന്നു, അതിനെപ്പറ്റി പുസ്തകം എഴുതുന്നു, വലിയ രീതിയിൽ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. അതൊരു വലിയ വിഷയമായി തന്നെ പ്രസ് മീഡിയയിലുമൊക്കെ വരുന്നു. കൃത്യമായ എക്സ്പ്ലനേഷൻസ് ഒന്നും കിട്ടുന്നതുമില്ല. അതിനെപ്പറ്റി മിലിറ്ററി പഠിക്കാനായിട്ട് ടീമിനെ വയ്ക്കുന്നു. പക്ഷേ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ, ഓക്കെ ഇതൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ആണ് അല്ലെങ്കിൽ ഇത് വേറൊരു സംഭവമാണ് എന്നുള്ള വാർത്തയോ വിശദീകരണമോ ഒന്നും തന്നെ വരുന്നില്ല.
അത് സംഭവിക്കുന്ന 1967 കൃത്യം 10 വർഷം കഴിഞ്ഞ് 1977 മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായി. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15, 1977 ഈ സംഭവം നടക്കുന്നത്. അന്ന് ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെത്തിയ ആസ്ട്രോണമറായ ജെറി എഹ്മൻ തലേന്ന് രാത്രിയുള്ള അവിടുത്തെ ടെലസ്കോപ്പിൻ്റെ ഒബ്സർവേഷൻസ് ചെക്ക് ചെയ്യുവാണ്. അത് ചെക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് പെട്ടെന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊരു സിഗ്നൽ ആ ടെലസ്കോപ്പ് ഒബ്സർവ് ചെയ്തിരിക്കുന്നു. ഡീപ്പ് സ്പേസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സിഗ്നൽ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സജിറ്റാറസ് എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു സിഗ്നലാണത്. അത് കൃത്യമായ ലേസർ ബീം കണക്കെ എർത്തിനെ പോയിന്റ് ചെയ്ത് അയച്ച പോലത്തെ ഒരു സിഗ്നൽ. കൃത്യം 72 സെക്കൻഡ് അത് ലാസ്റ്റ് ചെയ്തിരിക്കുന്നു. 1420 മെഗാ ഹെർട്സ് ആണ് ആ സിഗ്നൽ. ഒരു നാരോ ബാൻഡ് സിഗ്നലാണ്. എന്തുകൊണ്ടാണ് 1420 മെഗാ ഹെർട്സ്? ഒരു ന്യൂട്രൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ് ആ 1420 മെഗാ ഹെർട്സ്. അത് യൂണിവേഴ്സലി കോൺസ്റ്റൻ്റ് ആയ ഒരു നമ്പറാണ്. എത്ര ദൂരെയുള്ള ഒരു സിവിലൈസേഷൻ ആയാലും ഒരു സമൂഹമായാലും ഈ നമ്പർ അവർക്ക് അറിയാമായിരിക്കും. ആ നമ്പറിൽ കൃത്യമായ ഭൂമിയെ നോക്കി ഒരു സിഗ്നൽ അവർ അയച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി ആ സിഗ്നൽ കണ്ടുപിടിക്കാനായിട്ട്, പക്ഷെ ഫലമുണ്ടായില്ല. അന്ന് ആ സിഗ്നൽ നോട്ട് ചെയ്ത ജെറി എഹ്മൻ ആ സിഗ്നലിനെ ഒരു സർക്കിൾ ചെയ്തിട്ട് അതിൻ്റെ അടുത്തായിട്ട് അദ്ദേഹം എഴുതി വാവ് എന്നെഴുതി. ആ സിഗ്നലാണ് പിന്നീട് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻവെസ്റ്റിഗേഷൻസിലും അതിനെ പറ്റി പഠിക്കുന്ന ആൾക്കാർക്കും എല്ലാം ഇന്നും ഒരു ഗൂസ് ബംപിങ് സിഗ്നലായ അല്ലെങ്കിൽ ഒരു വലിയ പ്രൂഫായി അവർ വിശ്വസിക്കുന്ന വാവ് സിഗ്നൽ. 1977 നടന്നത്. ഇന്നും നമുക്കതിനെ പൂർണ്ണമായിട്ടുള്ള ഒരു ആൻസർ കിട്ടിയിട്ടില്ല. പല എക്സ്പ്ലനേഷൻസും വരുന്നുണ്ട് അതിനെപ്പറ്റി. ഒരു കോമറ്റ് പാസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് അങ്ങനെ വന്നതാണ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് സാധിച്ചിട്ടില്ല. പലപ്പോഴും ഈ സ്പേസ് എക്സ്പ്ലോഷൻസിലൊക്കെ സിഗ്നൽസ് ജനറേറ്റ് ആവാറുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ബ്രോഡ് ബാൻഡ് സിഗ്നൽസ് ആയിരിക്കും, പല ഫ്രീക്വൻസികളിലുള്ള സിഗ്നൽ ആയിരിക്കും. കൃത്യമായി ഒരു ഫ്രീക്വൻസിയിൽ ഒരു പോയിൻറ്റിനെയോട്ട് ഫോക്കസ് ചെയ്ത് അങ്ങനെ സിഗ്നൽസ് വരാറില്ല. അതൊരു വലിയ ഒരു UFOയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമാണ് ഈ വാവ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഭൂമിയിൽ ഏലിയൻസ് എൻകൗണ്ടറുകളിൽ ഒരു വലിയ ചരിത്രപരമായ സംഭവം ഉണ്ടായത് 1994 മനുഷ്യരാശിയിൽ ഇന്നേ വരെ ഇതുപോലൊരു UFO സൈറ്റിംഗ് ഉണ്ടായിട്ടില്ല. സംഭവം നടക്കുന്നത് ആഫ്രിക്കയിലാണ്. 1994 അവിടെ ഏരിയൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ, ഏതാണ്ട് 60ഓളം കുട്ടികൾ പറയുന്നു തങ്ങളുടെ സ്കൂളിനടുത്തുള്ള ഒരു ഫീൽഡിൽ ഒരു പറക്കം തളിക ഇറങ്ങിയെന്നും ആ പറക്കം തളികയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ജീവികൾ, അന്യഗ്രഹ ജീവികൾ തങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇത് 60 കുട്ടികളും ഒരുപോലെ പറയുവാണ്. വളരെ കൊഹസീവായിട്ട്, വളരെ കൊഹിറൻ്റായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ പാറ്റേൺ അവർ ഷെയർ ചെയ്യുവാണ്. അത് വലിയ ചർച്ചാ വിഷയമായി സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? നമുക്കിപ്പോൾ ഒരാൾ പറയുമ്പോൾ അയാൾ കള്ളം പറയുകയാണെന്ന് പറയാം, 2 ആൾ പറയുമ്പോൾ കള്ളം പറയുകയാണെന്ന് പറയാം. പക്ഷേ 60 കുട്ടികൾ ഒരേ രീതിയിൽ ഈ ഇൻസിഡൻറ്റ് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യമുണ്ടോ? ഇതൊരു വലിയ ചോദ്യമായി തുടർന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രിസ്റ്റായ ജെറി ഹാക്ക് ആഫ്രിക്കയിലേക്ക് പോവുകയും ഇതിൽ ഓരോ കുട്ടിയെയും അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുകയും എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാലൂസിനേഷൻ നടന്നിട്ടുണ്ടോ, ഒരു മാസ് ഹിസ്റ്റീരിയ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു. പക്ഷേ അദ്ദേഹം അവസാനം എത്തിയ കൺക്ലൂഷൻ ഈ കുട്ടികൾക്ക് യാതൊരു കുഴപ്പമില്ല, ഇവർ പറയുന്ന അക്കൗണ്ട് ഇൻക്രെഡിബിളി റൈറ്റ് ആൻഡ് സ്ട്രോങ് എന്നാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. നമ്മൾ എങ്ങനെ അതിനെ കാണണമെന്ന് വിചാരിച്ചാലും ഒക്കെ ഇത് എന്തായിരിക്കാം ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ഒരുപോലെ പറയുന്നത്? അല്ലെങ്കിൽ കുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ 5 പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 പേര് 5 ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പറയുന്നത്. കാരണം കേവലം 6 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഇവർ, കൊച്ചുകുട്ടികളാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരുപോലെ പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യമില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത് വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. 2017 ശരിക്കും സൗരയൂഥത്തിലേക്ക് പുറമേ നിന്നും ഒരു വിസിറ്റർ വരികയുണ്ടായി. ഹവായിലെ ശാസ്ത്രജ്ഞരാണ് ആ വിസിറ്ററെ ആദ്യം നോട്ടീസ് ചെയ്തത്. അവർ ദൂരെ നിന്നും എത്തുന്ന ആദ്യത്തെ അതിഥി എന്ന് ഹവായൻ ലാംഗ്വേജിൽ അർത്ഥമുള്ള ഓ മൂവ മൂവ എന്നുള്ള പേര് ഈ ഉൽക്കയ്ക്ക് കൊടുത്തു. പക്ഷേ ഈ ഉൽക്കയുടെ പല ബിഹേവിയേഴ്സും നമ്മുടെ ശാസ്ത്രജ്ഞരെ, നാസയെ പോലും വെട്ടിലാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഒന്നാമതായി ഇതിൻ്റെ ഷേപ്പ്. ഇത് തന്നെ 1300 അടി നീളം, ഏതാണ്ട് 130 അടി വീതി, കൃത്യമായ 10:1 റേഷ്യോ.
സാധാരണ ഈ റേഷ്യോയിലൊന്നും ഒരു ഉൽക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആകാശ ഒബ്ജക്ട്സോ ഒന്നും ക്രിയേറ്റ് ചെയ്യാറില്ല. ഒരു റാൻഡം ഷേപ്പിലായിരിക്കും വരുന്നത്. ഇത് ഒന്നാമത്തെ കാരണമായിരുന്നു. രണ്ടാമത്തെ കാരണം ഇതിൻ്റെ ഭയങ്കരമായ സ്പീഡാണ്. ഇതിനെ കൃത്യമായി പഠിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും തന്നെയും സാധിച്ചില്ല. ഇത് ഏതാണ്ട് 196,000 എന്ന് വെച്ചാൽ 1,96,000 മൈൽ പെർ അവർ വേഗതയിൽ നമ്മുടെ സൗരയൂഥത്തിന് കടന്നു പോവുകയായിരുന്നു. ഒരു മിന്നൽ പിണറിൻ്റെ വേഗതയിൽ ഇതങ്ങ് പോകുമായിരുന്നു. അപ്പോൾ എന്താണിത്, എവിടെ നിന്ന് വന്നതാണ്, എന്തിനാണ് ഇവിടെ വന്നത്, ഇതിൻ്റെ ട്രാജക്ടറി എന്താണ് എന്നുള്ള ഒന്നും പഠിക്കാൻ സാധിച്ചില്ല. സാധാരണ ഈ ഉൽക്കാശകലങ്ങളോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കിൾസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ ഗുരുത്വാകർഷണ വലയിൽ കറങ്ങുന്ന ഒരു പാത്തുണ്ട്. ആ പാത്തൊന്നും എടുക്കാതെ ഈ ഓമുവാമുവ എന്ന് പറയുന്ന ഉൽക്ക കറങ്ങിയത് ഒരു ടംബ്ലിംഗ് ഷേപ്പിലായിരുന്നു. അതായത് വളരെ നീളമുള്ള ഓബ്ജക്ട്സിനെ നമ്മളിങ്ങനെ എയറിൽ കൂടെ എറിഞ്ഞു കഴിഞ്ഞാൽ കറങ്ങി പോകുമല്ലോ, അങ്ങനെ കറങ്ങി പോകുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഭയങ്കരമായ സ്പീഡായിരുന്നു. യാതൊരുവിധ ടെയിലുമില്ല. സാധാരണ ഈ കോമറ്റ്സ് പോകുമ്പം കുറേ ടെയിലുണ്ടാവും, ഡസ്റ്റും ഗ്യാസും ഒക്കെ ചേർന്ന് ടെയിൽസ് ഉണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെയിൽസ് നോക്കിയാണ് പലപ്പോഴും കോമറ്റ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് ഒബ്ജക്ട്സ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനെത്ര പഴക്കമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് അത് വെച്ചിട്ടാണ്. എന്നാൽ ഈ ഓമുവാമുവയിൽ നിന്ന് യാതൊരുവിധ ടെയിലും ഇല്ലായിരുന്നു. പിന്നീട് ശാസ്ത്രജ്ഞൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഇതൊരു കോമറ്റ് ആയിരുന്നിരിക്കാം, ഇതിൽ എൻട്രാപ്ഡ് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടായിരുന്നിരിക്കാം, വെള്ളം ഉണ്ടായിരുന്നിരിക്കാം ആദ്യം, പക്ഷേ വെള്ളം എവാപ്പറേറ്റ് ആയിപ്പോയി, പിന്നീട് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഹൈഡ്രജൻ എസ്കേപ്പ് ചെയ്യുമ്പോൾ സാധാരണ ടെയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ടെയിൽ ഉണ്ടാവാത്തത് കാരണമായിരിക്കാം ഈ ഉൽക്കയ്ക്ക് സാധാരണ കാണുന്നതിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്നതെന്ന്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയായി ഈ ഓമുവാമുവയുടെ പ്രസൻസ്. കാര്യം ഏതെങ്കിലും ഒരു എൻറ്റിറ്റി വെളിയിൽ നിന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും, എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ. ശരിക്കും ഈ ഓമുവാമുവ എന്ന് പറയുന്ന ഉൽക്ക നമ്മുടെ ഭൂമിയെ നോക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൗരയൂഥത്തിന് ചെക്ക് ചെയ്യാനായിട്ട് മറ്റൊരു പ്ലാനറ്ററി സിവിലൈസേഷൻ അയച്ചതാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഓമുവാമുവ പറന്നുപോയത്. അപ്പോൾ ഇത്രയും ഒബ്സർവേഷൻസ് ഞാൻ പറഞ്ഞുതരും. അതായത് ഈ 1950കളിൽ തുടങ്ങി പിന്നീട് വന്ന പല ഒബ്സർവേഷൻസും. അപ്പോൾ ഈ പരിപാടികളെല്ലാം കാണുമ്പോൾ, അതായത് ഞാൻ ഈ ഡോക്യുമെൻ്ററീസൊക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇതുമായിട്ട് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളുടെ ഒരു അനുഭവം എങ്ങനെയാണ് നമുക്ക് നേരിട്ടൊന്ന് ചോദിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഇൻ്റർവ്യൂ നിങ്ങൾക്കായിട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ വേറൊരു സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് വച്ചാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യുവാണ്. എന്തായാലും നമുക്ക് ആ ഇൻ്റർവ്യൂയിലേക്ക് പോവാം. വെൽക്കം ടു ദ ഷോ. സോ കൂട്ടുകാരെ, നമ്മുടെ കൂടെ ഇന്നുള്ളത് ബ്രെറ്റാണ്. ബ്രെറ്റ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗാണ്. ബ്രെറ്റ് ഓക്ലഹോമയിൽ നിന്നാണ് വരുന്നത്. ഓക്ലഹോമ അമേരിക്കയുടെ ഏതാണ്ട് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ബ്രെറ്റിന് ഒരു ദിവസം ഉണ്ടായ ഒരു UFO എക്സ്പീരിയൻസ് ആണ് ബ്രെറ്റ് ഇന്ന് നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും പല ചാനലുകളിലും നമ്മൾ UFOയെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ അത് കണ്ട ആൾക്കാരുമായുള്ള ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിക്കും കണ്ട ഒരാളുമായി സംസാരിച്ച് എന്താണ് പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്നറിയാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന്. അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആണ് ബ്രെറ്റ് നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ബ്രെറ്റ്, അഗെയിൻ വെൽക്കം ടു ദ ഷോ. സോ Brett, thanks for being part of the show. So let's cut right to the topic, right? So what was your experience like? When did this happen? What time of the day and month and year? And where were you? Can you explain? Start from there and then take it forward. Yeah. Well, first off, hey, thanks for joining or having me join the call. Vishnu, it's really cool to be a part of your project you got going on. But so it was summer, maybe 2014, right before I graduated high school. So place of the origin was actually Kingfisher, Oklahoma. So it's a smaller town, kind of northwest Oklahoma City, about 45 minutes. And time of place, it had to be at nighttime because I was dropping off a good buddy of mine to his house, 4 or 5 miles outside of town. And so probably around 10:30, maybe 11 o'clock at night. I was just heading home after dropping him off. But it's kind of how it started. Okay.
That sounds very interesting. So it was in the night, middle of a summer. You were dropping your buddy and then driving back to home. And then what happened? Like something appeared in front of you. What was the story after that? Yeah. So, my initial path home, it's the same path that everybody typically takes home from there. It's about a 20-minute drive home. I was driving home. I decided to take a right down type like a kind of like a dirt road, and I was driving, and I initially thought like I saw a light come up over the head, and I said, "Hey, like, oh wow, it's a shooting star." And you always notice shooting stars because you don't see too many in a lifetime, right? Yeah, yeah. So I just kept driving, and I saw it shoot down pretty quick, and as a typical shooting star would shoot. Okay. And, from my horizon, if you're looking like outside a windshield, like I'm down the road and I see this thing kind of go in front of me. And it's probably, when it first started, maybe like, a half mile, 3/4 mile down the road. I just thought to myself, oh, this shooting star is going to go out. And yeah, so that's how it's happened. I was driving up on it, and, as I got closer and closer, it started getting bigger and bigger. And I noticed like, hey, like maybe this is a car, or maybe this is something else. And it didn't really scare me until I saw it go vertical. And almost like you would see a drone nowadays, right? You see drones take off. Yeah, just straight up. Yeah, straight up. And but the thing that scared me was large. It wasn't the size of the typical drone. And honestly, at that time, like, we didn't really have drones at that time. Back in 2014, maybe they did, but it was super small. But yeah, it took off, and from that point, I was like, wow, like, this is not a shooting star. This is something else. And I was like, holy cow. So yeah, that's kind of. So go. Sorry, go. No, I immediately just went home, and I remember calling my buddy and saying, "Hey, bro, have you seen anything out here suspicious? Have you seen any type of activity?" And his comments were, this is Kingfisher, Oklahoma. You never know what you're going to see. So yeah, so that's kind of how it happened. That's awesome. So you said you were driving, right? So when you were driving on the dirt road, the UFO or the ball of light, right? Was it coming vertically down, or it was like slanted and coming down? So it was actually coming down kind of at angle. So when I, from whenever I saw it, it was more like just a shooting star coming down in the distance. From my vantage point, it seemed like it was very far away. But as I kept driving up closer, it made me realize like, hey, like this isn't a shooting star. Maybe I started wondering, like, hey, maybe it's something else, like a firework or something that was like shot off and it's kind of like hovering down, like what you would see. So I was like, oh, like, okay. But yeah. And if you said the whole thing took off vertically, right? So did you get any interaction with it? Like you stopped it, looked at it for some time, it stayed there, and then it took off, or the moment your car reached a position where it was visible, it just took off? How was the timing on there? Yeah, so that's a good question too. So when I was about, I started out probably about a 3/4 mile away. And as I got closer, I noticed it just one big light. And I thought, like, at that time, like maybe it's a car or a motorcycle or a big light. But I got close enough to realize like that light was bigger than like pretty much the whole like road length or width. So, probably within, I don't know, a couple seconds, like once I got to that vantage point, it immediately took off in the air, vertical. Okay. And so I got a pretty good vantage point to see it from where it was on the ground to just up in the air. Wow. Okay. And if you compare the size of the object with anything which we can physically relate, right? A car or like a ball or anything, what object would you use to compare the size and say that, okay, this is as big as this one? Yeah, that's a good question. The light itself was probably the width of I would say like probably like a car sideways, right? 'Cause it was literally the width of the road, and that's what made me think of just a car. But there's no telling. Like, I don't know how wide like maybe the object was, but I'll tell you the light itself was probably the width of the size of the road. Yeah. Okay, cool. Yeah. So I was. And I know that you are not someone who chases UFOs or like any UFO enthusiast or something, right? It just appeared in front of you. There was one of a lifetime experience, I would say, and you got it. So one of the things that
does any of your friends had anything similar? You said that you called your buddy on the same day. So anyone else told you, okay, I also saw something similar in the sky that day? Anyone else in your circle got a similar experience like this? And also, like, what was your post experience after seeing this stuff? Anything changed? Because people always say about like UFO abduction or some behavior changes after sighting an UFO, right? So how about both of that? Yeah. So I immediately called my buddy after that. He didn't really have any experiences that he could kind of elaborate about. But, me going home being, I was 15, 16 at the time, maybe 17, drove home. I'm like, hey, I'm going to look up things. Did people see anything online? Mm-hmm. And what it brought to me was sightings within the area in the recent days. There was posts, there was a few things about it. And in particular, it was kind of like above it was a casino. There's a casino out there that a lot of people go to, right? And so that's what I saw. I was like, wow, so other people did see something or things before within those couple of days. So that's why I was like, well, maybe they're testing out something. Other people are recognizing like these aren't typical aircrafts that you might see flying around, and especially at nighttime. And so it kind of spooked everybody. But experience wise, like, what did it do to me? Like the next day I started growing like different things out my ears, and I'm just kidding. No, but it did change my perspective a bit, because on one end you're thinking like, oh, like maybe this is all we know as humans. Like we kind of have like a limited capacity of like our understanding of life and other things out there in life. It did make me question a few things. Like from a religious standpoint, I am, very religious, but also like it made me understand like, of course we don't know everything. Yeah. Totally. And there was, if anything, it just kind of like, hey, like humbled me a bit, like, hey, there's things out there that we don't know, and it's okay. It's okay to be a little bit scared about it, but that's kind of how I felt about it. Cool. But inquisitive too. Inquisitive, like, hey, maybe there's some more stuff. Maybe there's stuff I want. Some more stuff we need to explore and see. Like, okay, what is something which we don't know? Or okay, I haven't looked at UFOs until this point. Let me go and look and see what was the experience of other people who have seen UFOs. Right? Yeah. Totally get that point. So one thing, right? It's a couple of days back, and also when I was preparing the script for this whole show, I was focusing on like sightings on military establishments, right? And there was a Wall Street Journal article saying that, there's a lot of sightings on military establishments, and that, in fact, was like testing done by the U.S. Military on multiple advanced systems, which we don't know what they are. But I definitely know they are like well ahead of time, because if someone sees like an SR-71 Blackbird flight in 1971 on air, they will definitely think that, oh, this is out of the UFO. world, right? Yeah. Yes. And then there's a Nighthawk F117, the latest B-12 Spirit. All those things are like way ahead of our times, and these are like in production ones. We don't know what is in their testing and what are the possibilities out there, right? So is there any military establishments nearby the sighting which might have like angled the theory that they might have been testing something which you saw? Yeah, that's a great point. So this part of Oklahoma, there's an Air Force base. Wow. It's probably within I'd say 45 minutes of there. Okay. So that's like 2 minutes in the air, right? Exactly. So that's a great point. It could have been something that they were testing out. It could have been something else, but you kind of read things and hear things, and kind of to your point about people or the military testing things, back in the day. And like, we just seen some of this new stuff coming out, like the drones, I'm sure they were testing that stuff 20 years ago. So it's like, who's to say, like, maybe they're testing something else out, some type of new circular vibration system. I don't know. They could go vertical in a matter of minutes or seconds, so great point. Cool.
Cool. Yeah. Brett, thanks a lot for sharing these details. This will be like a great experience for the viewers of my channel and other people in my place, because back in India or in my state Kerala, UFOs was not a thing. Like nobody was behind UFOs. The thing is, like it's more like you will kind of recognize that thing on sky only if you are aware of it, right? If you're not aware of it, you will not, even if you see a UFO or anything, you won't think and say that, okay, this might be an UFO or this might be something out of the world, right? So there is no experience of seeing what UFOs were, because in the 80s popcorn movie culture in the US, we never had like UFOs as a subject or aliens as a subject for any of our movies. So people have no idea like how these things behave or how these things look and all that. So yeah, that's the reason why I wanted to do this topic, to kind of introduce them or different sightings. I'm also not a believer or a non-believer. There are a ton of things which we don't know. So my stand is always neutral on these things. But thanks a lot again for sharing all your experience with the channel. Wishing you very good luck. Yeah, I appreciate the time and look forward to seeing the video. Thank you. Definitely will share with you. All right. Sounds good, man. We'll see you. അപ്പോൾ ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടു കാണും. ബ്രെറ്റ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് ഈ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ പേടകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭീകരമായ അതിൻ്റെ പുറകെ നടക്കുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഒരു പ്രശസ്തനാവണമെന്നോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം വളരെ ക്ലീനായിട്ട് അദ്ദേഹം കണ്ടൊരു ഈവൻ്റ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചതാണ്. എൻ്റെ തറവാറ്റുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോസ്റ്റ്ലി ഒരു മിലിറ്ററി ടെസ്റ്റിംഗ് തന്നെ ആവാനാണ് സാധ്യത. അടുത്ത് ഒരു മിലിറ്ററി ബേസ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഓക്ലഹോമ പോലുള്ളൊരു സ്ഥലം വളരെ വിജനമായ പ്രദേശങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായും ഒരു മിലിറ്ററി ടെസ്റ്റിങ്ങിനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. ഈ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല മിലിറ്ററി ടെക്നോളജികളും നമ്മൾ ചിന്തിക്കുന്നതിനും മുൻപ് എക്സിസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻ്റർനെറ്റ് ആദ്യം അർപ്പാനെറ്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ മിലിറ്ററി ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നെ ടെഫ്ലോൺ കോട്ടിങ്, നമ്മൾ പാത്രങ്ങളിലൊക്കെ നമ്മൾ കുക്ക് വെയറിലൊക്കെ ഉപയോഗിക്കുന്ന ടെഫ്ലോൺ കോട്ടിങ്, അത് ശരിക്കും ടാങ്കുകൾക്ക് വാട്ടർ പ്രൂഫിങ്ങിനായിട്ട് നിർമ്മിച്ച കോട്ടിങ്ങാണ്. പിന്നെ ടാങ്കുകൾ ചതുപ്പ് നിലങ്ങളിൽ ഇറങ്ങുകയും താഴ്ന്നു പോവുകയും ചെയ്യുമ്പോഴത്തേക്കുമുള്ള രീതി. നമ്മളിന്ന് കാണുന്ന SLR ക്യാമറ, ലൈഡാർ ടെക്നോളജിയാണ് നമ്മുടെ ഈ ഡ്രൈവർലെസ് കാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി. അത് ആദ്യം മിലിറ്ററി ഫീൽഡിൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ട ഒരു ടെക്നോളജിയാണത്. അങ്ങനെ ഒരുപാട് ടെക്നോളജികൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും ആദ്യം ഡെവലപ്പ് ചെയ്തത് മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് പറയാനുള്ള ഒരു കാരണം, ഇന്ന് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഡ്രോണുകൾ. ഒരു 25 വർഷം മുമ്പ് ഒരു ഡ്രോൺ നമ്മുടെ ആകാശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും കരുതുക? ഒരു അന്യഗ്രഹ പേടകമാണ് എന്നല്ലേ കരുതത്തുള്ളൂ. നമ്മളിത് ഡ്രോണാണ് എന്ന് കരുതും? ഒരിക്കലും കരുതത്തില്ല. അത് തന്നെയാണ് പല സംഭവങ്ങളുടെ കാര്യത്തിലും നടക്കുന്നത്. എന്ത് ന്യൂ ടെക്നോളജിയാണോ നമ്മൾ ഇന്ന് കാണുന്നത്, ഇത് മിലിറ്ററി ഒരു 20 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്നതായിരിക്കും. അപ്പോൾ അന്ന് ആ ടൈമിൽ നമ്മളത് കാണുമ്പോൾ നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് ടെക്നോളജിയാണ്, ഇത് ശരിക്കും UFOs ആണോ അല്ല ഇത് വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന ഈവൻറ്റുകളും പലപ്പോഴും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് 1990കളുടെ ആദ്യമാണ് എക്സ് ഫയൽസ് എന്ന് പറയുന്ന ഒരു വമ്പൻ വെബ് സീരീസ് പിന്നെ അമേരിക്കയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഭയങ്കര ഹിറ്റായിരുന്നു വെബ് സീരീസ്. ആ വെബ് സീരീസിൻ്റെ പ്രധാന കഥ അല്ലെങ്കിൽ ഒരു കഥാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ചായിരുന്നു. ഈ എക്സ് ഫയൽസ് എയർ ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രം എത്രയോ ഇരട്ടി UFO സൈറ്റിങ്സാണ് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു കൾച്ചറൽ ഫിനോമിനനാണ്. എന്ന് പറഞ്ഞാൽ നോക്കേ, നമ്മളിത് കാണുന്നു, ഇത് UFO ആയിരിക്കും, അത് UFO ആയിരിക്കും. അങ്ങനെ ആൾക്കാർ വളരെയധികം ആക്റ്റീവായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ നാട്ടിലൊന്നും, അതായത് പ്രത്യേകിച്ച് കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ ഒക്കെ തന്നെ നമ്മൾ UFOസിനെ കണ്ടാലും നമ്മൾ ശ്രദ്ധിക്കത്ത് പോലും ഉണ്ടാകത്തില്ല. ഒരു പക്ഷേ നമ്മളത് ഇത് വേറെ എന്തോ ആയിരിക്കും, വല്ല ഉൽക്കയോ അല്ലെങ്കിൽ വല്ല പ്ലെയിനോ വല്ലതും ആയിരിക്കും എന്ന് വിചാരിക്കത്തേ ഉള്ളൂ. ഒരിക്കലും ഇത് UFO ആണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് പോകില്ല. അറ്റ്ലീസ്റ്റ് ഒരു 20 വർഷം മുമ്പ് വരെയെങ്കിലും നമുക്കത് പോകില്ല. എൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ കൾച്ചറലി അത്തരം സാധനങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. UFOs എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ് സീരീസ് വരാറില്ല, നമുക്ക് മൂവീസ് വരാറില്ല, നമുക്ക് ബുക്സ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളിത് വളരെ വെളിയിൽ നിന്നും കാണുമ്പോഴത്തേക്കും ഇത് എന്താണെന്ന് നമുക്കറിയത്തില്ല, നമ്മളതിനെപ്പറ്റി ചിന്തിക്കാനേ പോകുന്നില്ല. പക്ഷേ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യുമായിരിക്കും. ഇത് സാധാരണ ഫ്ലൈറ്റ് മോഡുള്ള ഒരു സാധനമല്ലല്ലോ, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ആയിരിക്കും. പക്ഷേ 20-25 വർഷം മുമ്പൊന്നും നമ്മൾ ഒരു ഡ്രോണിനെ കണ്ടാലോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനത്തെ കണ്ടാലോ UFO ആയിട്ട് റിലേറ്റ് ചെയ്യാനൊന്നും നമ്മൾ ഒരിക്കലും ശ്രമിക്കത്തില്ല. അങ്ങനെ ഈ സൈറ്റിങ്ങുകളുടെ എല്ലാം കൂട്ടത്തിൽ അവസാനം എടുത്തു വയ്ക്കാവുന്ന ഒരു വെടിപൊട്ടിയത് 2020 കോവിഡിൻ്റെയൊക്കെ സമയത്തായിരുന്നു. ആ സമയത്ത് പെൻഡഗൺ ഒരു വീഡിയോ റിലീസ് ചെയ്തു. ഫൈറ്റർ ജെറ്റ്സ് പൈലറ്റ്സ് അവരെ വീഡിയോയിൽ നിന്ന് ഒബ്സർവ് ചെയ്ത അൺഐഡൻറ്റിഫൈഡ് ഓബ്ജക്ട്സിൻ്റെ ഫ്ലൈറ്റിംഗ് ബിഹേവിയർ ആയിരുന്നു. അതായത് നിമ്പിൽ തന്നെ കിലോമീറ്ററോളം വേഗത്തിൽ ലെഫ്റ്റും റൈറ്റും മുകളിലോട്ടും താഴോട്ടും ഒക്കെ സഞ്ചരിക്കാൻ സാധിക്കുക. ഈ ഫ്ലൈറ്റ്സിൻ്റെ തന്നെ മോഷൻ കോപ്പി ചെയ്ത് അതുപോലെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ വീഡിയോസ് പെൻഡഗൺ തന്നെ റിലീസ് ചെയ്തിരുന്നു. ലൈക്ക് ഇത്തരം ഓബ്ജക്ട്സ് നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ഫൈറ്റർ പൈലറ്റ്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ എന്നുള്ള രീതിയിൽ ഈ വീഡിയോസൊക്കെ കാണിച്ചു. ഇത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കാതെ പോയത് ഒരുപക്ഷെ കോവിഡിൻ്റെ ഇടയിൽ ഇത് പതുക്കെ അങ്ങ് സൈലൻ്റായി പോയതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊരു വലിയൊരു കോളിലൊക്കെ ഉണ്ടാകുന്ന സംഭവമായി മാറിയത്. എന്നാൽ കഥ മാറിയത് US ഗവൺമെൻറ് AARO ഓൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയും ഈ അൺഐഡൻറ്റിഫൈഡ് ഓബ്ജക്ട്സിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളെ പറ്റി പഠിക്കാൻ നിയോഗിക്കുകയും ചെയ്തപ്പോഴാണ്. അവർ ഓരോ റിപ്പോർട്ടുകളായി എടുക്കുന്നു, എല്ലാത്തിനെയും വളരെ ആഴത്തിൽ പഠിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ റോബർട്ട് സെലാസിൻ്റെ ന്യൂക്ലിയർ ഡിവൈസസ് ഡിസേബിൾ ആയിപ്പോയി എന്നുള്ള ഈവൻ്റ് തൊട്ട് എല്ലാ ഈവൻസും അവർ പഠിക്കുന്നു. 2023, 2024 അവർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നു. ആസ് ഓഫ് നൗ there are no conceived alien threats. All sightings have its own reasons എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയനും ഇല്ല, പറക്കം തെളികയിലോ ഒന്നുമില്ല, നിങ്ങളിതുവരെ കണ്ടതിനെല്ലാം കൃത്യമായ കാരണങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഈ ആരോ ടീമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഹെഡിന് UFOളജിസ്റ്റുകളുടെ അടുത്ത് നിന്ന് വധഭീഷണി വരെ ഉണ്ടായി ഇത് പറഞ്ഞതുകൊണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഏലിയനും പരിപാടികളൊന്നുമില്ല, എല്ലാ കാര്യങ്ങൾക്കും പുറകിലൊരു കാരണമുണ്ട്. റോബർട്ട് സെലാസിൻ്റെ ഈവൻ്റ് ഈ മിലിറ്ററി ഇൻസ്റ്റലേഷൻ്റെ മുകളിൽ, ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ്റെ മുകളിൽ ഓബ്ജക്ട്സ് വരികയും അത് കംപ്ലീറ്റ്ലി ഡിസേബിളായി പോവുകയും ചെയ്ത ഒരു സാഹചര്യം, അത് പെൻഡഗൺ തന്നെ ടെസ്റ്റ് ചെയ്ത ഒരു ടോപ്പ് മിലിറ്ററി ടെസ്റ്റിംഗ് ആയിരുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് വാർഫെയറിൻ്റെ ഭാഗമായിട്ട്. എന്തിനാണ് അങ്ങനെ ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ടെസ്റ്റ് റഷ്യ നടത്തിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെസ്റ്റ് റഷ്യ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെ എങ്ങനെ എക്വിപ്പ് ചെയ്ത് ആ ടെസ്റ്റിനെ പൊളിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ടെസ്റ്റാണ് അന്ന് പെൻഡഗൺ നടത്തിയത്. അങ്ങനെ ഒട്ടനവധി ഈ കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള പല ഈവൻറ്റിനെയും ശരിക്കും പെൻഡഗൺ ആൾക്കാരുടെ ഇടയിൽ UFOസിൻ്റെ ഒരു ഡിസെപ്ഷൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള സത്യാവസ്ഥ ആരോ റിപ്പോർട്ട് പുറത്തുവിടുന്നു. അതിന് അവരുടെ കാരണം ഉണ്ടായിരുന്നു. കാര്യം മോസ്റ്റ് ഓഫ് ദ ഫൈറ്റർ ജെറ്റ്സിൻ്റെ പ്രോഗ്രാംസ് എല്ലാം ടോപ്പ് സീക്രട്ട് $1 ബില്യൺ പ്രോജക്ട്സ് ആണ്. ഇത് പുറത്തു വന്ന ഉടനെ ഇവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങളത് ടെസ്റ്റ് ചെയ്യുമായിരുന്നു, അത് വിമാനത്തിൻ്റെ ടെസ്റ്റിംഗ് ആണ്, നിങ്ങളാരും പേടിക്കേണ്ട എന്നുള്ള ഇതിൽ. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലയിടത്തും അത് എക്സ്പ്ലെയിൻ ചെയ്യണം, ശത്രു രാജ്യങ്ങളത് മനസ്സിലാക്കും. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് ത്രെറ്റാണ്. അതിന് പകരം അവരെന്ത് ചെയ്തു, അവരുടെ UFO തിയറി തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്തു. വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ വലിയൊരു ആർട്ടിക്കിൾ തന്നെ ഉണ്ട്, UFOസിൻ്റെ തിയറി എങ്ങനെയാണ് പെൻഡഗൺ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും, ആൾക്കാരുടെ ഇടയിൽ കാണുന്ന പല സാധനങ്ങളും UFOസിലോട്ട് ആട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നുള്ളതിനെ പറ്റി വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ ഡീപ്പായിട്ട് ഈ ആരോ ടീം ഇത് പഠിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ 21 ഇൻസിഡൻസ് അവർ പറയുന്നത് ദേ ആർ അൺഎക്സ്പ്ലെയിൻഡ്, വി ഡോണ്ട് നോ. അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അവർ കൺഫേംഡ് ആയിട്ട് ഇത് ഏലിയൻ ആണ് എന്ന് പറയാത്തത്. അവർ കൺഫേംഡ് ആയിട്ട് ഇത് ഏലിയൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഏലിയൻ ത്രെറ്റ് ഉണ്ട് എന്നുള്ളത് സർട്ടിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അവർ കൺഫേം ആയിട്ട് അത് ഏലിയൻ ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫിസിക്സ് ഇക്വേഷനും ഫ്ലൈറ്റ് മൂവ്മെൻറ്റ്സിനും എല്ലാം ഉപരിയായി മൂവ് ചെയ്യപ്പെട്ടു എന്ന് ഒബ്സർവ് ചെയ്യപ്പെട്ടുള്ള 21 സിറ്റുവേഷൻസ് ഉണ്ട്. ആരോ ടീം ഈസ് സ്റ്റിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദോസ് 21 സിറ്റുവേഷൻസ്. അതൊരു വലിയ പഠനമായിരിക്കാം,
ഒരുപക്ഷെ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിലൊക്കെ അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷേ കറൻ്റ്ലി ഞാൻ ആരോ ടീമിൻ്റെ റിപ്പോർട്ടിനെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ആരോ ടീമിൻ്റെ റിപ്പോർട്ട് വന്നില്ലെങ്കിൽ കൂടിയും എൻ്റെ ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് പല രാജ്യങ്ങളും അന്യോന്യം ഡ്രോൺ അയക്കുകയും അല്ലെങ്കിൽ പല ടെക്നോളജികളും അഡ്വാൻസായി ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരിക്കാം. നമ്മൾ സാധാരണക്കാരത് വെളിയിൽ നിന്ന് കാണുമ്പം അന്യഗ്രഹ ജീവികളാണ്, UFOs ആണ് എന്നൊക്കെ തോന്നുന്നു. ഇതിനൊക്കെ വേറൊരു തലമുണ്ട് കേട്ടോ. ഈ ഗ്രേസ്, ലിസാർഡ്സ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മളിവിടെയൊക്കെ താമസിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ഡീപ്പ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ബിലീവേഴ്സൊക്കെ ഉണ്ട്. അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, നമുക്കൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടും അതിനൊന്നുമില്ല. പക്ഷേ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു ഒരു മിലിറ്ററി ടെസ്റ്റിംഗ് ഒബ്സർവേഷൻസ് തന്നെ ആയിരിക്കാം. പക്ഷേ ഇതിന് കുറച്ച് സയൻസ് സൈഡും കൂടെ ഉണ്ട്. ഈ എന്തുകൊണ്ട് ഒരു സിവിലൈസേഷൻ നമ്മളെ കാണാനായിട്ട് ഒരിക്കലും വരില്ല എന്നുള്ളത്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളും ഞാനും ഒരുപോലെ ചോദിക്കുന്നൊരു ചോദ്യം, മനുഷ്യൻ ചോദിച്ച അതേ ചോദ്യം, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? ഈ യൂണിവേഴ്സിൽ വേറെ ആരെങ്കിലും നമ്മളെ കൂടാതെ ജീവജാലങ്ങളുണ്ടോ? അതിൻ്റെ ശരിക്കുള്ള ഉത്തരം നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇതുവരെയുള്ള ഇൻ്റലിജൻസ് വെച്ച് നമുക്കത് മനസ്സിലാക്കാനേ സാധിച്ചില്ല. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും വിജയിക്കുമായിരിക്കാം, പക്ഷേ ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ഇതിനൊരു എക്സാമ്പിളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമി, സൗരയൂഥമൊക്കെ ഉൾപ്പെടുന്ന ക്ഷീരപഥം, മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി ഏതാണ്ട് 1,00,000 പ്രകാശവർഷം വിടുത്തുണ്ട്. ഒരു സൈഡിൽ നിന്നും നമ്മളൊരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ 1,00,000 വർഷം കഴിഞ്ഞേ ആ ടോർച്ചിൻ്റെ പ്രകാശം മറുവശത്ത് എത്തുകയുള്ളൂ. ഒരു അനോളജി മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ഏതാണ്ട് 400 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾക്ക് അവയുടേതായ ഗ്രഹങ്ങളുണ്ടായിരിക്കാം, ഹാബിറ്റബിൾ സോൺസ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഈ നക്ഷത്രങ്ങൾക്കിടയിൽ പ്ലാനറ്റ്സിൻ്റെ അകത്ത് ജീവവാസം അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടായാൽ കൂടി 10,000 അല്ലെങ്കിൽ 1,000 പ്രകാശവർഷം സെപ്പറേറ്റഡ് ആയിരിക്കും ഓരോരുത്തരും. ഈ മിൽക്കി വേയിൽ ഒരറ്റത്തുള്ള ഒരു ഗ്രഹത്തിൽ ഏതെങ്കിലും ജീവജാലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേ അറ്റത്തുള്ള ഗ്രഹവുമായിട്ട് അവരൊരു പക്ഷേ ഒരു തരത്തിലും കോണ്ടാക്റ്റിലെത്താൻ സാധിക്കില്ല. കാരണം അത്രയും മാത്രം വാസ്റ്റാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനേക്കാൾ വലുതാണ് പ്രപഞ്ചം. ഇതങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള അത്ര ഈസി ആയ ഒരു കാര്യം അല്ല. ഫ്രാങ്ക് ഡ്രേക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഡ്രേക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി, ഒരു ലൈഫ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി എത്രമാത്രം ചെറുതാണ് എന്ന് കാണിക്കുകയാണ്. ഇത്രയും വലിയ നക്ഷത്ര സമൂഹങ്ങളിൽ ഒരു ലൈഫ് ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു വർഷം ഒരു ഗാലക്സിയിൽ എത്ര നക്ഷത്രങ്ങളുണ്ടാകുന്നു, ആ നക്ഷത്രങ്ങളിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ടാകുന്നു, ആ പ്ലാനറ്റ്സിൽ എത്ര എണ്ണം ഹാബിറ്റബിൾ സോണിൽ വരുന്നു, ആ ഹാബിറ്റബിൾ സോണിൽ വരുന്നതിൻ്റെ അകത്ത് എത്ര എണ്ണത്തിനകത്ത് ശരിക്കും ലൈഫ് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ലൈഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടാകുന്നു. പിന്നീട് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റായ ഒരു ലൈഫ് ഫോം ഉണ്ടാകാനുള്ള സാധ്യത എന്തെല്ലാമാണ്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഗ്രേറ്റ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഇൻ്റലിജൻ്റായ ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരിക്കുന്നത്. എല്ലായിടത്തും ഇത് ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ വേറൊരു പ്ലാനറ്റിലെ ഒരു ബാക്ടീരിയയോടുകൂടി നിൽക്കും, പിന്നീട് അങ്ങോട്ടോ ഉണ്ടാകണമെന്നില്ല. ആ പ്ലാനറ്റിൽ അത് കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ്ലി ആ പ്ലാനറ്റ് വൈപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. നമ്മുടെ ഭൂമിയിൽ തന്നെ എത്രയോ മാസ് എക്സ്റ്റൻഷൻ ഈവൻറ്റ്സ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഭൂമിയിലുള്ള ജീവജാലങ്ങളെ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്യുന്ന എത്രയോ മാസ് എക്സ്റ്റൻഷൻ ഈവൻറ്റ്സ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് നമ്മൾ മനുഷ്യൻ എന്നുള്ള ഒരു ഇൻ്റലിജൻറ്റ് ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നാളെ മറ്റൊരു മാസ് എക്സ്റ്റൻഷൻ ഈവൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വർഗം തന്നെ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആയിരിക്കാം. ഭൂമി ഒരുപക്ഷെ അവിടെ തന്നെ ഉണ്ടായിരിക്കും, ജീവജാലങ്ങളുണ്ടാവാം, മരങ്ങളുണ്ടായിരിക്കാം. പക്ഷെ മനുഷ്യൻ കംപ്ലീറ്റ്ലി വൈപ്പൗട്ടായി പോയിരിക്കും. നമുക്കൊരിക്കലും ഈ ലൈഫിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ലൈഫിൻ്റെ ക്രിയേഷനെ പറ്റിയോ ഒരു ജഡ്ജ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കില്ല. കാരണം ഒത്തിരി സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് ഈ ലൈഫ് വന്നിരിക്കുന്നത്. സോ ദ പോസിബിലിറ്റി ഓഫ് ഹാവിങ് ലൈഫ് ഈസ് ലെസ്. ഇനി ഉണ്ടായിരുന്നാലും അവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിസ്റ്റൻസ് ഈസ് സോ ഹ്യൂജ്. അതൊന്നും ഇത് പറയുമ്പോഴാണ് ശരിക്കും കദർഷേവ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്കെയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അതൊരു സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിവിലൈസേഷൻ്റെ ഗ്രോത്ത് സ്റ്റേജസിനെ ഡിഫൈൻ ചെയ്യുന്ന സ്കെയിലാണ്. ടൈപ്പ് 1 സിവിലൈസേഷൻ, ടൈപ്പ് 2 സിവിലൈസേഷൻ, ടൈപ്പ് 3 സിവിലൈസേഷൻ, അങ്ങനെ പല രീതിയിലുള്ള സിവിലൈസേഷനെ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഗ്രഹത്തിലുള്ള എല്ലാ പവർ സോഴ്സിനെയും ഹാർനസ് ചെയ്യുന്ന, ആ ഗ്രഹത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു
ജീനിയസ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഗ്രൂപ്പ്, അതാണ് ടൈപ്പ് 1 സിവിലൈസേഷൻ. നമ്മളിപ്പോഴും ടൈപ്പ് 1 ആയിട്ടില്ല, നമ്മൾ 0.7 ആണ്. നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഭൂമിയിലുള്ള എല്ലാ എനർജി സ്രോതസ്സുകളെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാനറ്റിനെ ആരാണോ പവർ ചെയ്യുന്നത്, ആ സ്റ്റാർ, നമ്മുടെ കേസിൽ അത് സൂര്യനാണ്. ആ സൂര്യന് ചുറ്റും ഡൈസൺ സ്പിയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു സ്റ്റാറിൻ്റെ എനർജി അതിൽ നിന്നും വലിച്ചെടുക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ്. ആ ഡൈസൺ സ്പിയർ നിർമ്മിച്ച് ആ സ്റ്റാറിൽ നിന്ന് എനർജി ഹാർനസ് ചെയ്യുക. ഇനി ടൈപ്പ് 3 സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഗാലക്സിയിൽ നിന്ന് തന്നെ എനർജി ഹാർനസ് ചെയ്യുക. നമ്മുടെ രീതിയിൽ ടൈപ്പ് 3 ഒക്കെ ദൈവത്തിന് മേലെ അല്ലെങ്കിൽ ദൈവങ്ങളും ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 സിവിലൈസേഷൻ ഉണ്ട്. അതിൽ ഈ കദർഷേവ് സ്കെയിലിൽ പറയുന്നത് മോസ്റ്റ് ഓഫൺ ഈ ടൈപ്പ് 1 നിന്നും ടൈപ്പ് 2 എത്താൻ തന്നെ സിവിലൈസേഷന് സാധിക്കാറില്ല. ടൈപ്പ് 1 കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ സ്വയം വൈപ്പ് ഔട്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരുപാട് തിയറീസ് ഉണ്ട് ഈ ഏലിയൻ ലൈഫുമായി ബന്ധപ്പെട്ട്. വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു തിയറി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിലെല്ലാം കാണുന്നതാണ് ഉറുമ്പിൻ്റെ കൂട്ടം. ഉറുമ്പുകൾ വരുന്നു, അവർ ഫുഡ് എടുക്കുന്നു, അവരവരുടെ പിന്നെ കൂടുകളിൽ പോകുന്നു, അവർ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അവർക്കൊരു വലിയ എക്കോ സിസ്റ്റം, അവർക്കൊരു വലിയ ഫാമിലി സ്ട്രക്ചർ, ഒരു ഗ്രൂപ്പ് സ്ട്രക്ചറൊക്കെ ഉണ്ട്, ഈ തേനീച്ചകളൊക്കെ പോലെ. പക്ഷെ നമ്മൾ മനുഷ്യനാരെങ്കിലും ശരിക്കും ഉറുമ്പുകളുടെ ഫാമിലി സ്ട്രക്ചറിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ലോകത്തിനെ പറ്റിയോ കെയർ ചെയ്യാറുണ്ടോ? കുറച്ച് ശാസ്ത്രജ്ഞരെ പഠിക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും, പക്ഷേ സാധാരണഗതിയിലുള്ള ആരെങ്കിലും കെയർ ചെയ്യാറുണ്ടോ? ആരും തന്നെയും കെയർ ചെയ്യാറില്ല. ആ രീതി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഏലിയൻസിൻ്റെത്. അവർ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഏലിയൻ സമൂഹമായിരിക്കാം. നമ്മളിപ്പോഴും വളരെ പ്രിമിറ്റീവായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കാം. അപ്പോൾ അവർ നമ്മളെ പറ്റി കെയർ ചെയ്യേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ച് നമ്മൾ വെറും ഉറുമ്പുകൾ മാത്രമാണ്. ഈ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, നമ്മളീ കാണുന്ന സമൂഹം, ആൾക്കാർ ചേർന്ന് ജീവിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഏതാണ്ടൊരു 10,000 വർഷം ആവുന്നേ ഉള്ളൂ. ഈ 10,000 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയ ഒരു ടൈം ലൈനാണ് പ്രകൃതിയുടെ. ലൈഫ് ഓഫ് ചക്ക് എന്ന് പറയുന്ന ഈ അടുത്ത് വന്ന ഒരു സിനിമയുണ്ട്, ഞാൻ എൻ്റെ റിവ്യൂ ഒന്നും ഇട്ടില്ലായിരുന്നു. ആ സിനിമയിൽ ഒരു ക്ലോക്കിനെ വച്ചിട്ട് ഇത് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗിൽ പറയുന്നത് 1 മണിക്കൂറാണ് ഈ പ്രപഞ്ചം ഉണ്ടാകാനെടുത്ത സമയമെങ്കിൽ അതിൽ മനുഷ്യൻ വന്നത് അവസാനത്തെ സെക്കൻഡിലാണ്. അവസാനത്തെ സെക്കൻഡ്. അത് മനുഷ്യൻ ഉണ്ടായിട്ട് ഏതാണ്ട് 100,000 വർഷമായി നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ സിവിലൈസേഷനെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10,000 വർഷമേ ആവുന്നുള്ളൂ. നമ്മളീ പറയുന്ന സൂപ്പർ ഇൻ്റലിജൻസ് ഡെവലപ്പായിട്ട് ഏതാണ്ട് 200 വർഷമേ ആവുന്നുള്ളൂ. കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളും എല്ലാം ഡെവലപ്പായിട്ട് വെറും 50-60 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തുമാത്രം ചെറുതാണ് നമ്മുടെ ടൈം ലൈൻസ് എന്ന് ആലോചിക്കുക. യൂണിവേഴ്സിൻ്റെ ടൈം ലൈൻസുമായിട്ട് നോക്കുമ്പോഴത്തേക്കും 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ബിഗ് ബാങ് ഉണ്ടായത്. ഭൂമിക്ക് ഏതാണ്ട് 4 ബില്യൺ വർഷത്തെ പഴക്കമാണ് പറയുന്നത്. അങ്ങനെ ഈ ഇത്രയും വലിയ സ്കെയിലിൽ നോക്കുമ്പോൾ നമ്മുടെ എക്സിസ്റ്റൻസ് വളരെ ചെറുതാണ്. നമ്മൾ അടുത്ത ഒരു ലെവലിലോട്ട് പോകണമെന്ന് തന്നെ ഇല്ല. ഒരുപക്ഷെ ഏലിയൻസ് ഈസ് നോട്ട് ലൈക്ക് അവർക്ക് നമ്മളൊരു ബോധകരല്ല, ഒരു വിഷയമായ കാര്യമേ ഇല്ല. അവർ പറഞ്ഞ് ഇവർ വെറും ഉറുമ്പുകളാണ് നമുക്കെന്നുള്ള രീതിയിലാണ്. അതല്ലെങ്കിൽ അവർ തന്നെ ഹൈഡ് ഔട്ട് ചെയ്യുന്നതായിരിക്കാം. കാരണം അവർ ചിന്തിക്കുന്നത് ലൈക്ക് നമ്മളൊരു ഡേഞ്ചറാണ്, നമ്മൾ സ്വയം ഓപ്പൺ അപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ പ്രോബ്ലം എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് ഹൈഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ Voyager 1, Voyager 2 എന്നുള്ള 2 സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ ആ ലോഞ്ച് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു സ്വർണ്ണ തളിക വെച്ചിട്ടുണ്ട്, ഒരു പ്ലേറ്റ്. ആ പ്ലേറ്റിൻ്റെ അകത്ത് മിൽക്കി വേയിൽ സൗരയൂഥത്തിൽ ഭൂമിയിലെ പൊസിഷൻ എവിടെയാണ് എന്ന് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അത് അവർക്ക് വായിക്കാൻ സാധിക്കുമോ നമ്മുടെ ലാംഗ്വേജ് അല്ലേന്ന്. അതൊക്കെ ആ പിന്നെ തളികയിൽ വളരെ എൻകോഡഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള സിവിലൈസേഷൻ പോലും മനസ്സിലാകുന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ പ്രസൻസ് നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതാണ്ട് 70 വർഷമായി നമ്മൾ റേഡിയോ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുവാണ്. സെതി എന്ന് പറയുന്ന സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഫോംസ് എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാംസ് നമ്മൾ റൺ ചെയ്യുന്നു. മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ള അറിവിൻ്റെ ആ ഒരു ത്വര അടക്കാനാവാത്തതുകൊണ്ട് തന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഒരിക്കലും ഒരു പരിചയമില്ലാത്ത UFO എൻറ്റിറ്റീസ് പോലുള്ള എലമെൻറ്റ്സ്
നമ്മുടെ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും എന്നുള്ള വിശ്വാസമൊന്നും ഇല്ല. മനുഷ്യനെ പോലും ഒരു കാലത്തും അത്തരത്തിൽ സ്വീകരിച്ചിട്ടില്ല. പല കോളനൈസേഷൻ പോലുള്ള കാര്യങ്ങൾ വരുത്തി വെച്ച വരായകളൊക്കെ നമുക്കറിയാവുന്നതാണ് വ്യക്തമായിട്ട്. അപ്പോൾ മനുഷ്യനെ അല്ലാത്തൊരാൾ വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ UFOസിൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസായിട്ട് പറയുക. വീഡിയോ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ പറയുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി ആ ടോപ്പിക്കുകൾ പറയുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.